നമസ്കാരം. ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബി എഡിന് ഫസ്റ്റ് സെമസ്റ്ററിൽ ചോദിച്ചിട്ടുള്ള MCQ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി നടത്തുന്ന 4th സെമസ്റ്റർ ഓൺലൈൻ എക്സാമിൻ്റെ ബി എഡ് ഓൺലൈൻ എക്സാമിന് ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു കോഴ്സ് ഇഗ്നിയസ് അക്കാഡമി ഉടൻ തന്നെ ആരംഭിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇഗ്നിയസ് ആപ്പ് കൂട്ടുകാർ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇഗ്നിയസ് ആപ്പ് വഴി നിങ്ങൾക്ക് പരിശീലിക്കാനുള്ള സാഹചര്യവും അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇഗ്നിയസ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആകുക. അപ്പോൾ ഫസ്റ്റ് സെം മുതൽ 4th സെം വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇഗ്നിയസ് ആപ്പിൽ ലഭ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. മോക്കായിട്ട് നിങ്ങൾക്ക് കുറേ ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം ക്ലാസ് നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഗ്നിയസ് ആപ്പ് കൂട്ടുകാർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ദ ഇമ്മീഡിയറ്റ് ഗോൾ ഓഫ് ടീച്ചിങ് ഈസ് നോൺ അസ്. ഇമ്മീഡിയറ്റ് ഗോൾ ഓഫ് ടീച്ചിങ്ങിൻ്റെ ഇമ്മീഡിയറ്റ് ഗോൾ എന്താണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഇമ്മീഡിയറ്റ് ഗോൾ ഓഫ് ടീച്ചിങ് എന്താണ്? അതിന് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ്. ടീച്ചിങ് ഒബ്ജക്റ്റീവ്സിൻ്റെ ടാക്സോണമിയാണ് ബ്ലൂംസ് ടാക്സോണമി. ടീച്ചിങ് ഒബ്ജക്റ്റീവ്സിൻ്റെ ടാക്സോണമിയാണ്. ടീച്ചിങ് ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയും. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എയിം. എയിം എന്ന് പറയുന്നത് എന്താണ്? അൾട്ടിമേറ്റ് ഗോളാണ്. അൾട്ടിമേറ്റ് ഗോൾ ഇൻ എഡ്യൂക്കേഷൻ എയിം. എയിമിൻ്റെ സബ്ഡിവിഷൻ ആണ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സിൻ്റെ സബ്ഡിവിഷൻസ് ആണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സ്പെസിഫിക് ബിഹേവിയറൽ ഔട്ട്കംസ്. ഒബ്സർവബിൾ മെഷറബിൾ ആയിട്ടുള്ള ബിഹേവിയറൽ ഔട്ട്കംസിനെയാണ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ബിഹേവിയറൽ ഔട്ട്കംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോളാണ് എയിം. എയിമിൻ്റെ സബ്ഡിവിഷനാണ് ഒബ്ജക്റ്റീവ്സിൻ്റെ സബ്ഡിവിഷനാണ് സ്പെസിഫിക്കേഷനെ ഒബ്സർവബിൾ മെഷറബിൾ സ്പെസിഫിക് ബിഹേവിയറൽ ഔട്ട്കംസ് എന്ന് പറയുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. അടുത്തൊരു ചോദ്യം, എബിലിറ്റി ടു ഇന്ററാക്ട് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത് എന്താണ്? ലോജിക്കൽ ഇന്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ, ബോഡിലി കൈനസ്തെറ്റിക്. എന്താണ്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ഇത് MI തിയറി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്നുള്ള ഒരു ചോദ്യമാണ്. ഹൊവാർഡ് ഗാർഡനർ ആണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹൊവാർഡ് ഗാർഡനറുടേതാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. പ്രോജക്റ്റ് മെത്തേഡിന്റെ ഫിലോസഫി ഏതാണ്? ഫിലോസഫിക്കൽ ബേസിസ് ഓഫ് പ്രോജക്റ്റ് മെത്തേഡിന്റെ ഫിലോസഫി ഏതാണ്? പ്രാഗ്മാറ്റിക് സ്കൂൾ ഓഫ് ഫിലോസഫിയാണ്. അപ്പോൾ ആക്ഷൻ ഓറിയന്റഡ് ഫിലോസഫിയാണ് പ്രാഗ്മാറ്റിസം. അതുപോലെ തന്നെ USA ബേസ്ഡ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ സ്കൂളാണ്. USA പ്രാഗ്മാറ്റിസം ഡെവലപ്പ് ചെയ്ത് വന്നത്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം, പ്രോജക്റ്റ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? W.H. Kilpatrick ആണ്. W.H. Kilpatrick. ഓക്കെ, W.H. Kilpatrick ആണ് പ്രോജക്റ്റ് മെത്തേഡിന്റെ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നത്. പ്രോജക്റ്റ് മെത്തേഡ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലേണർ സെൻട്രിക് മെത്തേഡാണ്. ആക്ടിവിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്. പ്രാഗ്മാറ്റിസത്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ചാൾസ് സാൻഡേഴ്സ് പിയേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ പ്രാഗ്മാറ്റിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫിഗറാണ് ജോൺ ഡൂയി. ഓർത്തു വെച്ചേക്കുക. അടുത്തൊരു ചോദ്യം, ഒബ്ജക്റ്റീവ് അണ്ടർ അഫക്റ്റീവ് ഡൊമൈൻ. അപ്പോൾ നമുക്കറിയാം ഡൊമൈൻസ് ഓഫ് ലേണിംഗ് 3ആണുള്ളത്. ഏതൊക്കെയാണ്? കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. അപ്പോൾ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹെഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഹാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹെഡ്, ഹാൻഡ്, ഹാർട്ട്, 3H എന്ന പരീക്ഷയ്ക്ക് ചോദിക്കും. ഹെഡ്, ഹാൻഡ്, ഹാർട്ട്. അപ്പോൾ ഇതിൽ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഫീലിങ്സുമായിട്ട് അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് വരുന്ന ഒബ്ജക്റ്റീവ്, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ഏതാണ്? ക്യാരക്ടറൈസേഷൻ ആണ്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടാസ്ക് ആണ്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ്. അഫക്റ്റീവ് ഡൊമൈനിൽ ഏറ്റവും ഹയസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് എന്തെന്ന് പറയുന്നത്? ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്ന
ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഒബ്ജക്റ്റീവ്സ് കൃത്യമായി പഠിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തൊരു ചോദ്യം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി കൊണ്ടുവന്ന ആരാണ്? നിങ്ങൾ സൈക്കോളജി ഭാഗത്ത് പഠിച്ചതാണ്. വൈഗോട്സ്കിയുടെ തിയറിയാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. 3 ഫാക്ടേഴ്സ് ആണ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ലാംഗ്വേജ്, സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് കൾച്ചർ. സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് കൾച്ചർ, ഈ 3 ഫാക്ടേഴ്സ് ആണ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അടുത്തൊരു ചോദ്യം, ലേണിംഗ് ബൈ ഡൂയിങ് ഏതിന്റെ പ്രിൻസിപ്പിൾ ആണ്? ഏതിന്റെയാണ്? വർക്ക് ബുക്കിന്റെയാണ്. വർക്ക് ബുക്കിൽ കുട്ടികൾ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. വർക്ക് ബുക്ക് വർക്ക് സെൻട്രിക് ആണ്, ലേണർ സെൻട്രിക് ആണ്. ഇനി ഹാൻഡ് ബുക്ക് എന്ന് പറയുന്ന ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ടീച്ചർ എന്നറിയപ്പെടുന്ന ഏതാണ്? പ്രീവിയസ് ആണ്. ടീച്ചേഴ്സിന്റെ ടീച്ചർ എന്നറിയപ്പെടുന്നത് ഹാൻഡ് ബുക്ക് ആണ്. അപ്പോൾ ഹാൻഡ് ബുക്കും വർക്ക് ബുക്കും സോഴ്സ് ബുക്കും ഒക്കെ ഉണ്ട്. അതിൽ വർക്ക് ബുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് വർക്ക് ബുക്ക്, ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഹാൻഡ് ബുക്ക് എന്ന് ഓർത്തിരിക്കാം. പോസിംഗ് എന്ന് പറയുന്ന എന്തിന്റെ സബ് സ്കില്ലാണ്? സ്റ്റിമുലസ് വേരിയേഷന്റെ സബ് സ്കില്ലാണ് പോസിംഗ്. അതുപോലെ തന്നെ ഓറൽ വിഷ്വൽ സ്വിച്ചിങ്, ഫോക്കസിങ്, ജസ്റ്റേഴ്സ്, മാനറിസം ഓഫ് ടീച്ചർ, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം എന്ത് തന്നെയാണ്? ടീച്ചറിന്റെ അല്ലെങ്കിൽ സ്റ്റിമുലസ് വേരിയേഷൻ എന്ന് പറയുന്ന സ്കില്ലിന്റെ സബ് സ്കിൽസ് ആണ്. ഇനി സ്റ്റിമുലസ് വേരിയേഷൻ എന്ന് പറയുന്ന സ്കില്ലിനെ നമ്മൾ മാസ്റ്റർ സ്കിൽ എന്നും അറിയപ്പെടുന്നു. ഏതാണ്? സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ ആണ്. അടുത്തൊരു ചോദ്യം, ദ മോസ്റ്റ് ആക്യുറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് എർത്തിനെ കുറിച്ചുള്ള മോസ്റ്റ് ആക്യുറേറ്റ് റെപ്രസെന്റേഷൻ ഏതാണ്? അത് ഗ്ലോബ് ആണ്. 3 ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ ഓഫ് എർത്ത് സർഫേസ്. 3 ഡയമെൻഷൻ ആയിട്ട് എർത്തിന്റെ സർഫേസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മോസ്റ്റ് ആക്യുറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് എർത്ത് സർഫേസ് എന്നറിയപ്പെടുന്നത് ഗ്ലോബ് ആണ്. അപ്പോൾ ഗ്ലോബ് കുട്ടികളിൽ എന്ത് സെൻസ് ആണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കാം. പ്ലേസ് സെൻസ്, സ്ഥലബോധം കുട്ടിയിൽ ഉണ്ടാക്കാൻ ഗ്ലോബ്, മാപ്പ്, അറ്റ്ലസ്, ഇതെല്ലാം നമുക്ക് പ്ലേസ് സെൻസ് കുട്ടിയിൽ കൊടുക്കുന്നതിന് സഹായിക്കും. ഗ്രാഫിക് എയ്ഡ് ഏതാണ്? ഗ്രാഫിക് എയ്ഡ് എന്ന് പറയുന്ന മാപ്പ് ആണ്. മാപ്പ് എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എർത്ത് സർഫേസ്. 2 ഡയമെൻഷണൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എർത്ത് ആണ് എന്തെന്ന് പറയുന്ന മാപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഗ്ലോബ് എന്ന് പറയുന്നത് 3D ആണ്. 3D എയ്ഡ് ആണത്. അതുപോലെ തന്നെ 3D ആക്യുറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് എർത്ത് സർഫേസ് ആണ്. ഇൻട്രസ്റ്റ് ഈസ് ദ റെമ്യൂണറേഷൻ ഫോർ. അപ്പോൾ ഇത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ്സ് റെമ്യൂണറേഷൻ. നമുക്കറിയാം 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണുള്ളത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ. അപ്പോൾ ലാൻഡിന് കിട്ടുന്നത് എന്താണ്? ലാൻഡിന് കിട്ടുന്നത് റെന്റ് ആണ്. ക്യാപിറ്റലിന് കിട്ടുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും, മുതൽ മുടക്കിന്. ഇനി ലേബറിന് എന്താണ് കിട്ടുന്നത്? ലേബർ ചാർജസ് ഓർ വേജ്. ഇനി ഓർഗനൈസറിന് എന്ത് കിട്ടും? ഓർഗനൈസറിന് കിട്ടുന്നത് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്കണോമിക്സിലെ ഒരു ചോദ്യമാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ്സ് റെമ്യൂണറേഷൻ, അത് നന്നായി പഠിക്കുക. ലാൻഡിന് കിട്ടുന്നത് റെന്റ്, ക്യാപിറ്റലിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ്, ലേബറിന് കിട്ടുന്നത് വേജസ് ആണ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് ആർക്ക് കിട്ടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യാപിറ്റലിന്റെ റെമ്യൂണറേഷൻ ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആൻസർ ഫ്രം ദ ചോയ്സസ് അഗൈൻസ്റ്റ് ഈച്ച് ക്വസ്റ്റ്യൻ. മ്യൂച്വൽ ട്രാൻസാക്ഷൻസ് വിത്ത് അതർ മെമ്പേഴ്സ്. അപ്പോൾ അവരുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് പറയുന്നത് ഇന്റലിജൻസ് ആണ്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്താണ്? അതേഴ്സ്, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിലാണെങ്കിൽ അതിനെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയും. വിത്തിൻ ദി പേഴ്സൺ, ഒരു വ്യക്തിക്കുള്ളിൽ തന്നെയാണെങ്കിൽ അതിനെ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയും. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് MI തിയറിയാണ്. ഫോർവേഡ് ഗാർഡനർ ഇൻട്രാപേഴ്സണൽ, ഇതിന്റെ വെച്ചിട്ട് പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് നമുക്ക് പറയാം. പേഴ്സണൽ ഇന്റലിജൻസ്. അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന ക്യാരക്ടറൈസേഷൻ എന്നതാണ് നമ്മൾ കേട്ടതാണ്. അഫക്റ്റീവ് ഡൊമൈൻ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ്. ഏറ്റവും ഹയസ്റ്റ് ഒബ്ജക്റ്റീവ് ആണെന്ന് പറയുന്നത് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. റെയിൻഫാള്, ടെമ്പറേച്ചർ ആൻഡ് വിൻഡ്. റെയിൻഫാള്, ടെമ്പറേച്ചർ, വിൻഡ് ഇതൊക്കെ കാണിക്കുന്ന മാപ്പ് എന്താണ്? ഇതൊക്കെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ കാണിക്കും ഫിസിക്കൽ മാപ്പിലാണ് കാണിക്കുന്നത്. പൊളിറ്റിക്കൽ മാപ്പിലല്ലോ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ബൗണ്ടറീസ്. സ്റ്റേറ്റിന്റെ അതിർത്തികൾ കാണിക്കുന്ന പറയുന്ന പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് മാപ്പ് നന്നായി പഠിക്കുക. മാപ്പിനെ കുറിച്ചുള്ള പഠനമാണ് കാർട്ടോഗ്രാഫി. ഓക്കെ, മാപ്പിനെ കുറിച്ച് പഠിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര് കാർട്ടോഗ്രാഫർ, അല്ലെങ്കിൽ മാപ്പ് നിർമ്മിക്കുന്നയാൾ കാർട്ടോഗ്രാഫർ. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് മാപ്പ് കൃത്യമായി പഠിച്ചിരിക്കുക. അടുത്തൊരു ചോദ്യം, ഒബ്ജക്റ്റിവിറ്റി ഈസ് ലീസ്റ്റ്.
ഐറ്റം അല്ലെങ്കിൽ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ഒബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ വസ്തുനിഷ്ഠത, ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠത ഏറ്റവും കുറവുള്ളത് ഇതിലാണ്. ഏറ്റവും കുറവ് വസ്തുനിഷ്ഠത ഉള്ളത് ഇതിലാണോ? ഏറ്റവും കൂടുതൽ വസ്തുനിഷ്ഠത ഉള്ളതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ MCQ ടൈപ്പ്. ഏറ്റവും കുറവുള്ളത് എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യനിലാണ് അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പിലാണ് ഏറ്റവും കുറവ് ഉള്ളത്. ലോങ് ആൻസർ ടൈപ്പാണ് ഈസി ടു കൺസ്ട്രക്ട്, ഏറ്റവും നിർമ്മിക്കാൻ എളുപ്പമുള്ളത് എന്ന് പറയുന്നത് ഏതാണ്? ലോങ് ആൻസർ ടൈപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി ഏറ്റവും കുറവുള്ളത് ഏതിലാണ്? അത് SI ടൈപ്പിലാണ്. SI ടൈപ്പിൽ ഒബ്ജക്റ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് മാർക്കിംഗ് സ്കീം. പരീക്ഷയ്ക്ക് ചോദിക്കാം, മാർക്കിംഗ് സ്കീം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒബ്ജക്റ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ് മാർക്കിംഗ് സ്കീം. മാർക്കിംഗ് സ്കീം SI ടൈപ്പിന്റെ ഒബ്ജക്റ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ തെറ്റിപ്പോരുത്, ഒബ്ജക്റ്റീവ് ടൈപ്പാണ് ഏറ്റവും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത്. ഏറ്റവും സബ്ജക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണ്? ഏറ്റവും സബ്ജക്റ്റീവ്, ഹൈലി സബ്ജക്റ്റീവ് ആയിട്ടുള്ളതാണ് SI ടൈപ്പ് എന്ന് പറയുന്നത്. SI ടൈപ്പ് ഏറ്റവും സബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പിന്റെ ഒബ്ജക്റ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്കോറിംഗ് കീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പിന്റെ ഒബ്ജക്റ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് SI ടൈപ്പിന്റെ ഒബ്ജക്റ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ളത് ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫോം ഓഫ് ഡ്രമറ്റൈസേഷൻ? ഡ്രമറ്റൈസേഷന്റെ മറ്റൊരു പേര് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡ്രമറ്റൈസേഷന്റെ പേരാണ് ഹിസ്ട്രിയോണിക്സ്. ഇപ്പോൾ ഡ്രമറ്റൈസേഷന്റെ ടൈപ്പിൽ വരാത്തത് ഇതാണ്. പജൻസ് ഉണ്ട്, ടാബ്ലോ ഉണ്ട്, പാൻറ്റോമൈം ഉണ്ട്. എന്നാൽ മോക്ക് പാർലമെന്റ് ഇതിനകത്ത് വരുന്നില്ല. പിന്നുള്ളത് ഏതാണ്? പപ്പട്രി. അപ്പോൾ പജൻസ്, ടാബ്ലോ, പാൻറ്റോമൈം, പപ്പട്രി ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്? ഡ്രമറ്റൈസേഷനകത്ത് വരുന്നതാണ്. മോക്ക് പാർലമെന്റ് അതിനകത്ത് വരുന്നില്ല. അപ്പോൾ നോട്ട് വന്നാൽ അണ്ടർലൈൻ ചെയ്യുക. സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് വിത്ത് എക്കണോമിക്സും മാത്തമാറ്റിക്സും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എക്കണോമെട്രിക്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. എക്കണോമെട്രിക്സ് എന്ന് വിളിക്കും. ഓവറോൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈസ്. അപ്പോൾ ഓവറോൾ എംപ്ലോയ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നു. അത് എന്ത് കൺസെപ്റ്റ് ആണ് എക്കണോമിക്സിനകത്ത്? അത് മാക്രോ ഇക്കണോമിക്സ് ആണ്. മാക്രോ എന്ന് പറഞ്ഞാൽ വലുത് എന്നാണ് അർത്ഥം. മാക്രോ എന്ന് പറഞ്ഞാൽ വലുത്, വലിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് മാക്രോ ഇക്കണോമിക്സ്. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ്, ചെറിയ കാര്യം. അപ്പോൾ ഇവിടെ ഓവറോൾ എംപ്ലോയ്മെന്റ് ആണ്. ഓവറോൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ മാക്രോ കൺസെപ്റ്റ് ആണ്. മാക്രോ എന്ന് പറഞ്ഞാൽ വലുത്. ഓക്കെ, മാക്രോ ഇക്കണോമിക്സ് ആണ് അത് ഡീൽ ചെയ്യുന്നത്. ഡിവൈസസ് യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷണൽ ടെലിവിഷനകത്ത് ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഏതൊക്കെയാണ്? വീഡിയോ ടേപ്പ് ഉപയോഗിക്കുന്നു, മൾട്ടി പാക്കേജസ് ഉപയോഗിക്കുന്നു, SITE സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രോഗ്രാം ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ദി അബോവ് എന്നതാണ് ഇതിന്റെ ഉത്തരം. അപ്പോൾ ടെക്നോളജി എന്ന ഭാഗത്തു നിന്നും ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എ ലബോറട്ടറി ഡെവലപ്സ് ദ ഫോളോവിങ് ആറ്റിറ്റ്യൂഡ്. ലബോറട്ടറി എന്ത് ആറ്റിറ്റ്യൂഡ് കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നു? എന്ത് ആറ്റിറ്റ്യൂഡാണ്? ലബോറട്ടറിയിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു. കോപ്പറേറ്റീവ് ലേണിംഗ് ആറ്റിറ്റ്യൂഡ്. അടുത്തൊരു ചോദ്യം, ലേണിംഗ് ബൈ ഡൂയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. അപ്പോൾ ഏതിനകത്താണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന പ്രിൻസിപ്പിൾ നമുക്ക് കാണാൻ പറ്റുന്നത്? ഏതിനകത്താണ്? ആക്ടിവിറ്റി സെൻട്രഡ്നെസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ലേണിംഗ് ആണ്. ലേണിംഗ് ബൈ ഡൂയിങ്, ചെയ്തു പഠിക്കുക എന്നതാണ്. അടുത്തൊരു ചോദ്യം, ദ മെത്തേഡ് കോമൺലി യൂസ്ഡ് ടു ടീച്ച് ഹൗ സംതിങ് ഷുഡ് ബി ഡൺ. അപ്പോൾ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പഠിക്കുന്നത് ഏതിലാണ്? ഡെമോൺസ്ട്രേഷൻ ആണ്. ഡെമോൺസ്ട്രേഷൻ ടീച്ചർ സെൻട്രിക് ആണ്. ടീച്ചർ സെൻട്രിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹൈലി ടീച്ചർ സെൻട്രിക് ആണ്. ഇനി ഡെമോൺസ്ട്രേഷൻ അല്ല, ഡെമോൺസ്ട്രേഷൻ കം ലെക്ചർ മെത്തേഡ് ആണെങ്കിലും അതെന്താണ്? അത് ടീച്ചർ സെൻട്രിക് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ കം ലെക്ചർ മെത്തേഡ് ഇതൊക്കെ ടീച്ചർ സെൻട്രിക് ആയിട്ടുള്ള മെത്തേഡ്സ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂം, അപ്പോൾ അദ്ദേഹം ഏതിനകത്ത് വരും? അദ്ദേഹം ഒരു കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്, അല്ലെങ്കിൽ കോഗ്നിറ്റിവിസ്റ്റ് ആണ്. അപ്പോൾ ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ ബ്ലൂംസ് ടാക്സോണമി ഏത് ഡൊമൈൻ ആണ് എന്ന് നോക്കിയാൽ മതി. ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത് ഏത് ഡൊമൈൻ ആണ്? കോഗ്നിറ്റീവ് ഡൊമൈൻ ആണ്, അല്ലേ? കോഗ്നിറ്റീവ് ഡൊമൈൻ ആണ്. കോപ്പറേറ്റീവ് ലേണിംഗ് ഇൻ എ ഷെയർഡ് വേ. കോപ്പറേറ്റീവ് ലേണിങ്ങിനെ തന്നെ ഷെയർഡ് വേയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എന്ത് വിളിക്കും? അതിനെ കൊളാബറേറ്റീവ് എന്ന് വിളിക്കും. കൊളാബറേറ്റീവ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ലേണിംഗ് ആണ്. ഗ്രൂപ്പ് ലേണിംഗ്
ഗ്രൂപ്പ് ലേണിംഗ്. കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജിയാണ് ഇതെന്ന് പറയുന്നത് തിങ്ക് പെയർ ഷെയർ. തിങ്ക് പെയർ ഷെയർ. തിങ്ക് പെയർ ഷെയർ. ഓക്കെ, കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജിയാണ് ജിക്സോ ടെക്നിക്ക്. ജിക്സോ ടെക്നിക്ക് കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജിയാണ്. തിങ്ക് പെയർ ഷെയർ കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജി ആണ്. ഒബ്ജക്ടിവിറ്റി ഈസ് ലീസ്റ്റ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഒബ്ജക്ടിവിറ്റി ഏറ്റവും കുറവുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതിലാണ് അത് എസ് ഐ ടൈപ്പിലാണ്. എസ് ഐ ടൈപ്പിൽ. അപ്പോൾ എസ് ഐ ടൈപ്പിൽ ഒബ്ജക്ടിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? മാർക്കിംഗ് സ്കീം നമ്മൾ നടപ്പിലാക്കും. മാർക്കിംഗ് സ്കീമാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഇൻ ലെസൺ പ്ലാനിങ്. ലെസൺ പ്ലാനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? പ്രഡിക്ഷൻ, ആന്റിസിപ്പേഷൻ, സീക്വൻസിങ്, ഓൾ ഓഫ് ദി എബവ്. ഏതാണ് ഉത്തരം? ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പ്രഡിക്ഷൻ ഉണ്ട്, ആന്റിസിപ്പേഷൻ ഉണ്ട്, സീക്വൻസിങ് ഉണ്ട്, ഓൾ ദി എബവ് ആണ്. ഓർഗനൈസേഷണൽ സ്കില്ലാണ് നമുക്ക് അവിടെ ആവശ്യം. ഓർഗനൈസേഷണൽ സ്കില്ല് അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് സൈക്കോളജി ആണ് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓർഗനൈസ്ഡ് ഹോൾ. ഇപ്പോൾ ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് അല്ലെങ്കിൽ ലെസൺ പ്ലാനിങ് എത്ര മിനിറ്റിലേക്കാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 45 മിനിറ്റ്സിലേക്കാണ് നമ്മൾ ഒരു ലെസൺ തയ്യാറാക്കുന്നത്. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റഡിയിങ് ലോക്കൽ ജോഗ്രഫി. ലോക്കൽ ജോഗ്രഫി പഠിക്കുമ്പോൾ എന്താണ് നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? നോൺ ടു അൺനോൺ എന്നതാണ്. അറിയാവുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക്. നോൺ ടു അൺനോൺ. ദ മോസ്റ്റ് എസെൻഷ്യൽ തിങ് ഇൻ ജോഗ്രഫി ലേണിംഗ് റൂം ഈസ്. ജോഗ്രഫി ലേണിംഗ് റൂമിലെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള തിങ് എന്താണത്? മാപ്പാണ്. മാപ്പും ഗ്ലോബും ഒക്കെയാണ്. മാപ്പ്, അതുപോലെ തന്നെ ഗ്ലോബ്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അടുത്തൊരു ചോദ്യം, ടീച്ചർ യൂസസ് വിഷ്വൽ എയ്ഡ്സ് ടു മേക്ക് ലേണിംഗ് ഡാഷ്. അപ്പോൾ വിഷ്വൽ എയ്ഡ്സ് എന്തിനാണ് ടീച്ചർ ഉപയോഗിക്കുന്നത്? ലേണിംഗ് ബിക്കം മോർ ഇൻട്രസ്റ്റിംഗ്. 3D എയ്ഡ്, 3 ഡയമെൻഷണൽ എയ്ഡിന് ഉദാഹരണം ഏതാണ്? പിക്ചർ അല്ല, മോഡൽ, ചാർട്ട്, സ്ലൈഡ്. അപ്പോൾ ഇതിൽ ഏതാണ്? 3 ഡയമെൻഷൻ എന്ന് പറയുന്നത് മോഡലുകളാണ്. മോഡലുകൾ 3 ഡയമെൻഷനിലാണ്. അതുപോലെ തന്നെ ഡയോരമ 3 ഡയമെൻഷനിലാണ്. അതുപോലെ തന്നെ ഗ്ലോബ് എന്ന് പറയുന്നത് 3 ഡയമെൻഷനിലാണ്. അതുപോലെ തന്നെ മോഡൽസ് ഓർ മോക്കപ്സ് മോഡൽസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? 3 ഡയമെൻഷനൽ ആണ്. അതുപോലെ തന്നെ റിലിക്സ് ആർക്കിയോളജിക്കൽ റിലിക്സ് ഒക്കെ എന്ത് ചെയ്യും? 3 ഡയമെൻഷനിലാണ്. ഒബ്ജക്ട്സ്, വസ്തുക്കൾ 3 ഡയമെൻഷനിലാണ്. ഒബ്ജക്ട്സ് എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്, 3 ഡയമെൻഷനൽ ആണ്. ഹു ഈസ് ദ പ്രൊപ്പണന്റ് ഓഫ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം? കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാദർ എന്നറിയപ്പെടുന്നത് പിയാഷെയാണ്. ശരിക്കും ഈ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കാരണം കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിനകത്ത് 2 പേര് വരുന്നുണ്ട്, പിയാഷെ ആൻഡ് ബ്രൂണർ. പിയാഷെയും ഉണ്ട്, ബ്രൂണറും ഉണ്ട്. ഇപ്പോൾ 2 പേരും ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ ഉത്തരം ഇത് വന്നതെന്ന് ചോദിച്ചാൽ പിയാഷെ ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. ഫാദർ ഓഫ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്നറിയപ്പെടുന്ന പിയാഷെയാണ്. അപ്പോൾ ഉത്തരം നമുക്ക് പറയാം, നിസ്സംശയം പറയാം, അത് പിയാഷെയാണ്. ബ്രൂണറും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അത് വൈഗോട്സ്കിയാണ്, നമുക്ക് അറിയാവുന്നതാണ്. വൈഗോട്സ്കി. ഓക്കെ, 3 പേരാണ് ഉള്ളത്. വിച്ച് വൺ ഈസ് നോട്ട് ആൻ അപ്രോച്ച് ഇൻ ജോഗ്രഫി? ജോഗ്രഫിക്ക് അകത്തുള്ള അപ്രോച്ച് അല്ലാത്തത് ഏതാണ്? നോട്ട് ആൻ അപ്രോച്ച്. സ്പേഷ്യൽ ഓർഗനൈസേഷൻ, ഏരിയൽ ഡിഫറൻസിയേഷൻ, ആക്സിലറേറ്റഡ് ലേണിംഗ്, എക്സ്പ്ലോറേഷൻ. ഇതിൽ ജോഗ്രഫിയിൽ വരാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ആക്സിലറേറ്റഡ് അപ്രോച്ച് ശരിക്കും സ്പെഷ്യൽ എഡ്യൂക്കേഷനകത്ത് നമ്മൾ കൊടുക്കുന്നതാണ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അതായത് ഗിഫ്റ്റഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ ഉപയോഗിക്കുന്നു. വിച്ച് വൺ ഈസ് എ സ്പെസിഫിക്കേഷൻ ഇൻ ദ നോളജ് ലെവൽ? നമ്മുടെ ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ ഫസ്റ്റ് ടാക്സോണമി 1956 കോഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ്സിലെ ഏറ്റവും ബേസിക് ലെവൽ എന്നാണ് നോളജ് ഒബ്ജക്റ്റീവ്. നോളജ് ഒബ്ജക്റ്റീവിനകത്ത് വരുന്നത് ഏതാണ്? അതിന്റെ സ്പെസിഫിക് ബിഹേവിയറൽ ഔട്ട്കം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനകത്ത് എഴുതാൻ പറ്റൂ. നോളജ് ലെവൽ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നു എന്നാണ്. സിമ്പിളായിട്ട് എന്താണ് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അതിനകത്ത് നമുക്ക് പറയുന്നത് സിമ്പിൾ റീകോൾ ആണ് നോളജ് ലെവലിനകത്ത് വരുന്നത്. സിമ്പിൾ റീകോൾ. NCF ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിക്കാം. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്നതാണ് NCF പൂർണ്ണ രൂപം. അപ്പോൾ NCF വന്നത് ഏത് വർഷമാണ്? NCF റീസെന്റ് ആയിട്ട് വന്നത് 2005 ഈ ചോദ്യത്തിലെ ഉത്തരത്തിൽ. അതിനുശേഷം 2020s വരുന്നുണ്ട്. അപ്പോൾ NCF കൊണ്ടുവരുന്ന സ്ഥാപനം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് NCERT ആണ്. NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഓഫ്
എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് 1961. 1961. ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. ഓക്കെ. ദ മെത്തേഡ് മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ ടീച്ചിങ് കോൺട്രവേഴ്സ്യൽ ടോപ്പിക്. കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വിവാദപരമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ്? ഡിബേറ്റ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഡയലോഗ് മെത്തേഡ്. ഡയലോഗ് മെത്തേഡ് അല്ലെങ്കിൽ ഡയലോജിക്കൽ മെത്തേഡ്. ഡയലോജിക്കൽ മെത്തേഡ്. ഡയലോജിക്കൽ മെത്തേഡ്. ഇപ്പോൾ ഡയലോഗ് മെത്തേഡ് കൊണ്ടുവന്നത് സോക്രട്ടീസ് ആണ്. സോക്രട്ടീസ്. ഡയലോജിക്കൽ മെത്തേഡ് കൊണ്ടുവന്നത് പൗലോ ഫ്രെയർ. പൗലോ ഫ്രെയർ. ഇനി ഏറ്റവും നല്ല മെത്തേഡ് ഓഫ് ടീച്ചിങ് ഏതാണെന്ന് ചോദിച്ചാൽ, മെത്തേഡ് അല്ലെങ്കിൽ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് പഠിപ്പിക്കാൻ പറ്റിയ മോഡൽ ഓഫ് ടീച്ചിങ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ജൂറിസ്പ്രുഡൻഷ്യൽ എൻക്വയറി മോഡൽ ആണ്. ജൂറിസ്പ്രുഡൻഷ്യൽ എൻക്വയറി മോഡൽ. അപ്പോൾ അതിനകത്ത് ഡിബേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഡയലോഗ് അല്ലെങ്കിൽ ഡയലോജിക്കൽ മെത്തേഡ് ഉപയോഗിക്കും. പ്രൊപ്പണന്റ് ഓഫ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. റിപ്പീറ്റഡ് ചോദ്യം. പിയാഷയാണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിനകത്ത് വരുന്നത്. വീണ്ടും റിപ്പീറ്റഡ് ചോദ്യമാണ്. നോട്ട് ആൻ അപ്രോച്ച് ഇൻ ജോഗ്രഫി. ജോഗ്രഫിയിൽ നമുക്ക് വരാത്തത് ആക്സിലറേറ്റഡ് അപ്രോച്ച് ആണ്. നോളജ് ലെവലിൽ വരുന്നത് ഏതാണ്? നോളജ് ലെവലിൽ റീകോൾ ആണ് വരുന്നത്. സ്പെസിഫിക്കേഷൻ. NCF വന്നത് റിപ്പീറ്റഡ് ചോദ്യമാണ്. NCF 2005 ആണ്. 2005. കോൺട്രവേഴ്സ്യൽ ടോപ്പിക് പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ്? അത് ഡിബേറ്റ് ആണ്. ഡിബേറ്റ്. ഡിബേറ്റ്. Organized collection of teaching ideas which serve as a guiding for teachers working at different places is called. അപ്പോൾ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ടീച്ചിങ് ഐഡിയാസ്. ടീച്ചിങ് ഐഡിയാസിന്റെ ഒരു കളക്ഷൻ അല്ലെങ്കിൽ സോഴ്സ്, അതിനെ എന്തെന്ന് വിളിക്കും? അതിനെ റിസോഴ്സ് യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത്. റിസോഴ്സ് യൂണിറ്റ്. ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ടീച്ചിങ് ഐഡിയാസ് ഈസ് കോൾഡ് റിസോഴ്സ് യൂണിറ്റ്. റിസോഴ്സ് യൂണിറ്റ്. PCK പെഡഗോജിക്കൽ കണ്ടന്റ് നോളജ്. പെഡഗോജിക്കൽ കണ്ടന്റ് നോളജ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന ആരാണ്? ലീ ഷുൾമാൻ ആണ്. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ആണ്. ലീ ഷുൾമാൻ ആണ് പെഡഗോജിക്കൽ കണ്ടന്റ് നോളജ് കൊണ്ടുവന്നത്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെയുണ്ട്? പെഡഗോജിക്കൽ നോളജ് PK പ്ലസ് കണ്ടന്റ് നോളജ്. ഏതൊക്കെയാണ്? കണ്ടന്റ് നോളജ് CK. പെഡഗോജിക്കൽ നോളജിന്റെയും കണ്ടന്റ് നോളജിന്റെയും സിന്തസിസ് ആണ് PCK, പെഡഗോജിക്കൽ കണ്ടന്റ് നോളജ്. ഇനി TPACK അല്ലെങ്കിൽ TPCK ടെക്നോ പെഡഗോജിക് കണ്ടന്റ് നോളജ് കൊണ്ടുവന്ന ആരാണെന്ന് ചോദിക്കാം. അതാരൊക്കെ ചേർന്നിട്ടാണ്? പുണ്യ മിശ്ര ആൻഡ് കോഹ്ലർ ആൻഡ് പുണ്യ മിശ്ര. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് TPACK കൊണ്ടുവന്നത്. മാറിപ്പോയത്. അപ്പോൾ ലീ ഷുൾമാൻ PCK, പുണ്യ മിശ്ര ആൻഡ് കോഹ്ലർ TPACK. ലാർജ് സ്കെയിൽ മാപ്പ് ഗിവിംഗ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് സ്മോൾ ഏരിയാസ്. അപ്പോൾ ഇത് ലാർജ് സ്കെയിൽ മാപ്പ് ആണ്. ഒരു ചെറിയ സ്ഥലത്ത് മൈന്യൂട്ട് ആയിട്ടുള്ള ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. ലേൺ ബൈ ഡൂയിങ് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ലേൺ ബൈ ഡൂയിങ് ആക്ടിവിറ്റി സെന്റേർഡ് ക്ലാസ് മുറിയിലാണ് ലേൺ ബൈ ഡൂയിങ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഗ്ലേഷ്യർ ഇന്ത്യയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ലാൻഡ് ഫോം ആണ്. വി ഷേപ്ഡ് വാലി, ടി ഷേപ്ഡ് വാലി, കാനിയം എന്താണ്? യു ഷേപ്ഡ് വാലീസ് ആണ്. യു ഷേപ്ഡ് വാലീസ് ഗ്ലേഷ്യർസ് ആണ്. ഹിമാലയ ഒരുപാട് തവണ നമ്മൾ കണ്ടതാണ്. സോൺ ഓഫ് പ്രോക്സിമൽ കൺസെപ്റ്റ് ആണ്. ഷോർട്ട് ടേം ഗോൾസ് അറ്റൈനബിൾ ത്രൂ ക്ലാസ് റൂം ടീച്ചിങ്. ഷോർട്ട് ടേം ഗോൾസിനെ വിളിക്കുന്ന പേരെന്താണ്? ഷോർട്ട് ടേം ഗോൾസിനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സിന്റെ സബ് ഡിവിഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക്കേഷൻ. ഒബ്ജക്റ്റീവ്സിന്റെ സബ് ഡിവിഷൻ ആണ് സ്പെസിഫിക്കേഷൻ. ഇത് ഓർത്ത് ചെയ്യാം. കേരള കരിക്കുലം വന്നത് ഏത് വർഷമാണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കേരള കരിക്കുലം ഫ്രെയിംവർക്ക് വന്നത് 2007 ഓക്കെ, 2007 ഓക്കെ. 2005 NCF ആണ് വരുന്നത്. 2005 KCF 2009. അതുപോലെ തന്നെ NCFTE വരുന്നത് 2009. 2009. വിച്ച് വൺ ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിന്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മാക്സിംസിനകത്ത് വരാത്തത് ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് സെന്റർഡ്നെസ് വരുന്നു. ആക്ടിവിറ്റി ഓറിയന്റേഷൻ ശരിയാണ്. കമ്മ്യൂണിറ്റി സെന്റർഡ്നെസ് ശരിയാണ്. എന്നാൽ ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. റിജിഡ് ഡിസിപ്ലിനെ കുറിച്ച് പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചിങ്ങിനകത്ത് പറയുന്നില്ല. branch of geography that studies the connection between various natural and cultural geographic factors in a particular landscape. ഒരു particular ആയിട്ടുള്ള natural and cultural geographical factors റീജിയണൽ ജോഗ്രഫി എന്നാണ് പറയുന്നത്. റീജിയണൽ ജോഗ്രഫി. അപ്പോൾ ജോഗ്രഫിയുടെ ബ്രാഞ്ച് റീജിയണൽ ജോഗ്രഫി എന്തിനെ കുറിച്ച് പഠിക്കുന്നു? ഒരു പർട്ടിക്കുലർ ലാൻഡ്സ്കേപ്പ് ഏതുകളെ കുറിച്ചാണ് റീജിയണൽ ജോഗ്രഫി പഠിക്കുന്നത്. which must be developed and learner to face the life with self confidence. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് നൽകുന്നത് നമ്മൾ വിളിക്കുന്നതാണ് പ്രോസസ് സ്കില്ലുകൾ.
ദ വൺ വിച്ച് പ്രൊവൈഡ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് നൽകുന്നത് ഏത് അനുഭവമാണ്? ഇതാണ് ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫീൽഡ് പർപ്പസ്. മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഡ്രൈറ്റ് ഡബ്ല്യു ആണ്. അപ്പോൾ സ്കില്ലുകൾ നേടിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ പറയുന്ന മൈക്രോ ടീച്ചിങ്. ഒരു സിമുലേഷൻ കൺട്രോൾഡ് സെറ്റ് ആണ്. അതുപോലെ മൈക്രോ ടീച്ചിങ് പറയുന്നത് സ്കിൽ അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് കൊണ്ടുവന്നത് ഡ്വൈറ്റ് ഡബ്ല്യു അലൻ ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്തൊരു ചോദ്യം, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റഡി ലോക്കൽ ജോഗ്രഫി. പഠിക്കുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കും. അറിയാവുന്നതിലേക്ക് എന്നാണ്. ലാർജ് സ്കെയിൽ മാപ്പ് ഗിവിംഗ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമ്മൾ ഏതാണ്? മൈന്യൂട്ട് ഡീറ്റെയിൽസ് കാണിക്കുന്ന മാപ്പ് ധരാതലീയ ഭൂപടം അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് ആണ്. ദ ഡൊമൈൻ റിലേറ്റഡ് ടു അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ടെക്നോളജീസ് ആപ്ലിക്കബിൾ ടു സ്പെസിഫിക് കണ്ടന്റ്. അപ്പോൾ ടെക്നോളജി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നതിനെ സഹായിക്കുന്നത് ടെക്നോളജി. ദ മോസ്റ്റ് എസെൻഷ്യൽ തിങ് ഇൻ ജോഗ്രഫി ലാബ്. ജോഗ്രഫി ലാബ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കണ്ടൊരു ചോദ്യമാണ്. WBL നമ്മൾ ടെക്നോളജി ഭാഗത്ത് ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് WBL? വെബ് ബേസ്ഡ് ലേണിംഗ് ആണ്. വെബ് ബേസ്ഡ് ലേണിംഗ് WBL അല്ലെങ്കിൽ ഡിജിറ്റൽ ലേണിംഗ് എന്ന് പറയും. ഇത് രണ്ട് ടൈപ്പിലാണുള്ളത്, അസിൻക്രണസ് ടൈപ്പും സിൻക്രണസ് ടൈപ്പും. അസിൻക്രണസ് ആൻഡ് സിൻക്രണസ് ടൈപ്പ് ആണ് ഉള്ളത്. ലേണിംഗ് ബൈ ഡൂയിങ് എന്തിന്റെ പ്രിൻസിപ്പിൾ ആണ്? ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് മെത്തേഡിൻ്റെതാണ്. പ്രോജക്റ്റ് മെത്തേഡ് പ്രാഗ്മാറ്റിസത്തിന്റെ ഒരു ഫിലോസഫിക്കകത്ത് വരുന്നതാണ്. പ്രാഗ്മാറ്റിസത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പ്രോജക്റ്റ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് W.H. Kilpatrick ആണ്. W.H. Kilpatrick ആണ് പ്രോജക്റ്റ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എ കൺസൈസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇന്റൻഡഡ് ഔട്ട്കം ഓഫ് ലേണിംഗ്. അപ്പോൾ ഏറ്റവും കൺസൈസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, ഇന്റൻഡഡ് ഔട്ട്കമിന്റെ ഏറ്റവും ചെറിയ പീസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അതിനെ സ്പെസിഫിക്കേഷൻ എന്ന് വിളിക്കും. ഏറ്റവും ചെറുത് സ്പെസിഫിക്കേഷൻ ആണ്. ദ ഡൊമൈൻ വിച്ച് ഇൻക്ലൂഡ്സ് ക്യാരക്ടറൈസേഷൻ എന്ന് മൂന്നാമത്തെ തവണയാണ് ചോദിക്കുന്നത്. ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നു. ക്യാരക്ടർ മോൾഡിംഗ്, മൊറാലിറ്റി എന്നൊക്കെ പറയുന്ന ഇതിനകത്ത് വരും. അത് അഫക്റ്റീവ് ഡൊമൈനിലാണ് വരുന്നത്. അഫക്റ്റീവ് ഡൊമൈൻ. School of Psychology that focuses on how information is received, organized, stored and retrieved by the mind. അപ്പോൾ എങ്ങനെയാണ് ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്, റിട്രീവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നതാണ് കോഗ്നിറ്റീവിസം. ദ ബ്രാഞ്ച് ഓഫ് ജോഗ്രഫി ഡീൽസ് വിത്ത് ദ നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എർത്ത്. നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് ഫിസിക്കൽ ജോഗ്രഫിയാണ്. ഫിസിക്കൽ ജോഗ്രഫി നാച്ചുറൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഫിസിക്കൽ ജോഗ്രഫി. അടുത്ത ചോദ്യം, വൺ വിച്ച് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് പിയർ ട്യൂട്ടറിംഗ്. പിയർ ട്യൂട്ടറിംഗിന്റെ ഫീച്ചർ അല്ലാത്തത് എന്താണ്? റിജിഡിറ്റി ആണ് അല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ്. റിജിഡിറ്റി ആണ് വരാത്തത്. ഫ്ലെക്സിബിലിറ്റി ആണ് വരേണ്ടുന്നത്. ഫ്ലെക്സിബിൾ ആയിരിക്കും. ഫ്രീ ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കും. ഫ്ലെക്സിബിലിറ്റി ആണ് വരേണ്ടുന്നത്. പിയർ മീഡിയേഷൻ ഉണ്ട്, നോളജ് ഷെയറിംഗ് ഉണ്ട്, നോളജ് ഷെയറിംഗ്, ലേണിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ പിയർ ട്യൂട്ടറിംഗ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്ന് ചോദിക്കാം. ആൻഡ്രൂ ബെൽ ആണ്. ആൻഡ്രൂ ബെൽ. അപ്പോൾ ഇതിനകത്ത് രണ്ട് ഗ്രൂപ്പാണുള്ളത്. ഒന്ന് ട്യൂട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ടീച്ചറാണ്. ടീച്ചർ എന്ന് പറയുന്നത് പിയർ ടീച്ചർ. ഇനി ട്യൂട്ടി എന്ന് പറയുമ്പോൾ ആരാണ്? പഠിക്കുന്ന കുട്ടികൾ. പെഡഗോജിക്കൽ കണ്ടന്റ് നോളജ് PCK നമ്മൾ പറഞ്ഞു. PCK എന്ന് പറയുന്ന ആര് കൊണ്ടുവന്നാണ്? ലീ ഷുൾമാൻ ആണ്. ലീ ഷുൾമാൻ. അപ്പോൾ അതെന്താണ്? ട്രാൻസ്ഫർമേഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ നോളജ്. അപ്പോൾ സബ്ജക്റ്റ് മാറ്റർ നമ്മൾ എങ്ങനെ കുട്ടിയിൽ എത്തിക്കുന്നു എന്നാണ്. അപ്പോൾ അതിനകത്ത് കണ്ടന്റ് നോളജ് ഉണ്ട്, പ്ലസ് പെഡഗോജിക് നോളജ് ഉണ്ട്. ദ സ്പെസിഫിക് വെരിഫയബിൾ പീസസ് ഓഫ് ഇൻഫർമേഷൻ ഒബ്റ്റൈൻഡ് ത്രൂ ഒബ്സർവേഷൻ. ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷനെ എന്തെന്ന് വിളിക്കും? ലെസൺ പ്ലാനിനകത്ത് നിങ്ങൾ എഴുതുന്നതാണ് ഫാക്ട്. ഫാക്ട് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വെരിഫയബിൾ ആയിട്ടുള്ള പീസസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. അടുത്തൊരു ചോദ്യം, ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് ബ്രേക്കപ്പ് ഓഫ് കരിക്കുലം ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് പെഡഗോഗ്. പെഡഗോഗ് എന്ന് പറഞ്ഞാൽ ടീച്ചറാണ്. പെഡഗോഗ് എന്ന് പറഞ്ഞാൽ ടീച്ചർ. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നു? കരിക്കുലത്തിനെ അല്ലെങ്കിൽ മൊത്തം ചെറിയ പാർട്ടാക്കി മാറ്റി. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസാക്ഷൻ. എഫക്റ്റീവ് ട്രാൻസാക്ഷൻ വേണ്ടിയിട്ട് നിങ്ങൾ കരിക്കുലത്തിന്റെ ഏറ്റവും ചെറിയ തയ്യാറാക്കുന്നു. അത് എന്ത് വിളിക്കും? അതിനെ ലെസൺ പ്ലാൻ വിളിക്കും. ലെസൺ പ്ലാൻ അല്ലെങ്കിൽ ലെസൺ മാനുവൽ 45 മിനിറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? കരിക്കുലത്തിനെ കീറി വിട്ടു. അതിനെയാണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. വിച്ച് ഇൻവോൾവ്സ് മോർ സ്റ്റുഡൻസ് ഡിസ്കഷൻ. ഒരേ കാര്യത്തെക്കുറിച്ച് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു എങ്കിൽ അതിനെ എന്തെന്ന് പറയാം? സീക്കിംഗ് ഫർദർ ഇൻഫർമേഷൻ. ഇത് കോർ ടീച്ചിങ് സ്കിൽസ് എന്ന ഭാഗത്ത് നിന്നുള്ളതാണ്. കോർ ടീച്ചിങ് സ്കിൽസ് നന്നായിട്ട് മനസ്സിലാക്കുക, അതിന്റെ സബ് സ്കിൽസും മനസ്സിലാക്കുക. ഓക്കെ, ആക്ടിവിറ്റി 8 വരാത്ത ഇതാണ്. ഫീൽഡ് ട്രിപ്പ്, എക്സ്കർഷൻ, മോഷൻ ഫിലിം, ഹൈക്കിംഗ് ട്രിപ്പ്. അപ്പോൾ മോഷൻ ഫിലിം ആണ് ഇതിൽ വരാത്തത്. മോഷൻ ഫിലിം പറയുന്നത് എന്തല്ല? ആക്ടിവിറ്റി അതിനകത്ത് ഇല്ല. അപ്പോൾ ഫീൽഡ് ട്രിപ്പ്, എക്സ്കർഷൻ, ഹൈക്കിംഗ് അതെല്ലാം ഇതിനകത്ത് വരും. ഈ പറയുന്ന ആക്ടിവിറ്റി ഇതിനകത്ത് വരുന്നതാണ്.
അടുത്തൊരു ചോദ്യം, ദ ഒബ്ജക്റ്റീവ്സ് വിച്ച് ആർ സ്പെസിഫിക് ആൻഡ് ഫോംസ് എ പാർട്ട് ഓഫ് ദ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ. അപ്പോൾ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവിനെ എന്തെന്ന് വിളിക്കും? ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ളത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിനെക്കാളും സ്പെസിഫിക് ആണ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ പഠിച്ച ആ ഒരു കൺസെപ്റ്റ് ആണ് എയിം, ഒബ്ജക്റ്റീവിൻ്റെതാണ് സബ് ഡിവിഷൻ ആണ് സ്പെസിഫിക്കേഷൻ. ഓക്കെ. അടുത്തൊരു ചോദ്യം, സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ